നമസ്കാരം. തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയും AIADMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുമായ നേതാവ് ഒ പനീർശെൽവം ഇന്ന് ഔദ്യോഗികമായി DMKയിൽ ചേർന്നിരിക്കുന്നു. ഭരണകക്ഷിയായ DMKയുമായി അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച നടത്തി വരികയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി MK സ്റ്റാലിനെ നേരിട്ട് കണ്ടു തന്നെ ചർച്ച നടത്തിയ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. ഈ രീതിയിൽ ചർച്ചകൾക്ക് ശേഷം ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി അദ്ദേഹം ഇന്ന് DMKയുടെ ഭാഗമാവുകയായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് ഈ ഒ പനീർശെൽവത്തിൻ്റെ മകനായിട്ടുള്ള രവീന്ദ്രനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് ഒ പനീർശെൽവം ഔദ്യോഗികമായി ഈ DMKയുടെ ആസ്ഥാനത്തെത്തി പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടേക്ക് എത്തിച്ചേർന്നതും അദ്ദേഹത്തിൻ്റെ മകൻ രവീന്ദ്രനാണ്. രവീന്ദ്രൻ എത്തി കാര്യങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവിടേക്ക് വരുന്നു. അതിനുശേഷമാണ് ഒ പനീർശെൽവം എത്തിയത്. അദ്ദേഹത്തെ MK സ്റ്റാലിൻ സ്വീകരിക്കുന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഒ പനീർശെൽവവും മറ്റു ചില നേതാക്കന്മാരുമെല്ലാം DMKയിൽ ഔദ്യോഗികമായി ചേരുകയായിരുന്നു. സത്യത്തിൽ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം, അതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒ പനീർശെൽവം അത്ര നിസ്സാരക്കാരനായ നേതാവല്ല. അദ്ദേഹം AIADMKയുടെ നേതാവാണ്. 3 തവണ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല ജയലളിതയുടെ, തമിഴ്നാട്ടുകാരുടെ അമ്മയായ ജയലളിതയുടെ വിശ്വസ്തനായ വിനീത വിധേയനായ രാഷ്ട്രീയ പ്രവർത്തകനും ശിഷ്യനുമൊക്കെയാണ് ഈ ഒ പനീർശെൽവം. കാരണം അദ്ദേഹം എപ്പോഴാണ് 3 തവണ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയത് എന്നത് മാത്രം പരിശോധിച്ചാൽ മതി. അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് 2021-ലാണ്. 2022 വരെ അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയത് എന്ന് ചോദിച്ചാൽ, അഴിമതി കേസിൽ ജയലളിത കുടുങ്ങുന്നു. അതിനുശേഷം ജയലളിതയ്ക്ക് മത്സരിക്കാനുള്ള അയോഗ്യത വരുന്നു. ആ അയോഗ്യത വന്നതിന് ശേഷമാണ് ഒ പനീർശെൽവം ജയലളിതയുടെ നോമിനിയായി ജയലളിത നിർദ്ദേശിച്ചത് പ്രകാരം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയി മാറുന്നത്. പിന്നീട് അദ്ദേഹം 2014 മുതൽ 2015 വരെയും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് ജയലളിതയ്ക്ക്, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിലും ജയലളിത ചൂണ്ടിക്കാട്ടിയത് ഒ പനീർശെൽവത്തെയായിരുന്നു. അങ്ങനെ അദ്ദേഹം 2ാം തവണ മുഖ്യമന്ത്രിയായി. 3ാം തവണ മുഖ്യമന്ത്രിയാകുന്നത് 2016 മുതൽ 2017 വരെയാണ്. 2016 അന്ന് വീണ്ടും മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ അന്ത്യത്തെ തുടർന്നാണ്, അവരുടെ മരണത്തെ തുടർന്നാണ് ഒ പനീർശെൽവം വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്നത്. എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെ നേതാവായ, അനിഷേധ്യയായ നേതാവായ ജയലളിതയുടെ അരുമ ശിഷ്യനാണ്, വിനീത വിധേയനാണ്, വിശ്വസ്തനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്, അനുയായിയാണ് ഈ ഒ പനീർശെൽവം. അദ്ദേഹം ജയലളിതയുടെ മരണത്തിന് ശേഷം ഇടപ്പാടി പളനിസ്വാമിയുമായിട്ടുണ്ടായിട്ടുള്ള അധികാര തർക്കം, ആ അധികാര തർക്കത്തിൻ്റെ പേരിൽ പാർട്ടിയിലെ ഉൾപ്പോര്, അതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. ഒ പനീർശെൽവത്തിന് അദ്ദേഹത്തിൻ്റെ തട്ടകങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ഒ പനീർശെൽവം. സത്യം പറഞ്ഞാൽ AIADMK എന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടി, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടി നെടുകെ പിളർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ രാഷ്ട്രീയ സംഭവമല്ല. AIADMK പിളരുകയും, അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സർക്കാരിനെ പരാജയപ്പെടുത്തി AIADMK സർക്കാർ ഉണ്ടാകുമെന്നും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടാകുമെന്നുമെല്ലാം കൃത്യമായി തന്നെ പ്രവചിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നാണ് ഒ പനീർശെൽവം DMK പാളയത്തിലേക്ക് പോരുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയമായ ട്രെൻഡ് മറിയുകയാണ്. വിജയുടെ വരവ് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. BJP ഒരു ഭാഗത്ത് ശക്തി പ്രാപിക്കുന്നുണ്ട്. അതേസമയം തന്നെ AIADMK 2ആയി പിളരുകയും ഒരു ഭാഗം DMKയോടൊപ്പം ചേരുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ DMK മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിരുന്ന AIADMK, AIADMK തകരുന്നു, DMK ശക്തി പ്രാപിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
അണ്ണാമല എടുത്തിരുന്ന രാഷ്ട്രീയ നിലപാടിന് പ്രസക്തിയേറുന്നത്. അണ്ണാമല അന്ന് പറഞ്ഞത് BJPക്ക് ഇന്നല്ലെങ്കിൽ നാളെ തമിഴ്നാട്ടിൽ വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് അഴിമതി പാർട്ടിയായ AIADMKയെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇന്നൊരു പക്ഷേ തോറ്റേക്കാം, പക്ഷേ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം സംസ്ഥാനത്തുണ്ട്. ആ ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളം പിടിക്കും എന്ന ഒരു ആത്മവിശ്വാസമാണ് അണ്ണാമലയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അതുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ BJPക്ക് സീറ്റുകളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ഒരു വിജയം അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന് അതിന്മേലുള്ള വിശ്വാസം മാറുന്നു. അതുകൊണ്ട് തന്നെ AIADMKയെ NDAയിലേക്ക് കൊണ്ടുവരണം എന്ന ശക്തമായ ഒരാവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ അണ്ണാമല അതിന് തയ്യാറല്ല. അണ്ണാമലയെ സ്വീകരിക്കാൻ AIADMKയും തയ്യാറല്ല. NDAയിലേക്ക് വരണമെങ്കിൽ അണ്ണാമലയെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് AIADMK ഉപാധി വയ്ക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ കേന്ദ്ര നേതൃത്വം അത് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് അണ്ണാമല കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോകുന്നതും തമിഴ്നാടിൻ്റെ BJPയുടെ സ്ഥാനം മറ്റൊരു നേതാവിലേക്ക് പോകുന്നതുമെല്ലാം. എന്തായാലും BJPയുടെ വളർച്ച ഏതാണ്ട് അത്ര വേഗതയിലല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്ന് നമുക്കറിയാം. കാരണം അണ്ണാമലയുടെ ഒരു വലിയ അഭാവം അവിടെ നിഴലിക്കുന്നുണ്ട്. അണ്ണാമല അന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും AIADMK വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് ഈ പറയുന്ന DMK സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പറഞ്ഞത് സത്യമായിരിക്കുകയാണ്. മുന്നണി ഇപ്പോൾ പുതുതായി വന്ന വിജയിന് സാധിച്ചാൽ പോലും DMKക്ക് ഒരു കാരണവശാലും DMKയെ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്ന വളരെ കൃത്യമായ ചിത്രം ഇപ്പോൾ പനീർസെൽവത്തിൻ്റെ മുന്നണി മാറ്റത്തോടു കൂടി വ്യക്തമായിരിക്കുകയാണ്. ഇവിടെയാണ് അണ്ണാമല നേരത്തെ തന്നെ പറഞ്ഞു വെച്ച രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം. ഒരുപക്ഷെ BJP കേന്ദ്ര നേതൃത്വം അത് മനസ്സിലാക്കുമായിരിക്കാം. ഒരുപക്ഷെ അണ്ണാമലയെ തിരിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായി വീണ്ടും നിയമിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തമിഴ്നാട്ടിലെ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയായി വരും എന്നും സൂചനയുണ്ട്. എന്തായാലും ദേശീയ ജനറൽ സെക്രട്ടറി ആയാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ തമിഴ്നാട് സംസ്ഥാന BJPയുടെ നേതൃത്വം അണ്ണാമലയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. DMKയെ ഒരുപക്ഷെ NDAയിൽ നിന്നും പുറത്തു പോകാനും സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ തമിഴ്നാട്ടിൽ രൂപപ്പെടുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.